എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ കുട്ടപ്പനാവട്ടെ അപ്പൂപ്പൻ പറഞ്ഞതനുസരിച്ച് സിർണയെ അന്വേഷിച്ച് ആ ഒരു വീട്ടിലേക്ക് വരും. കുട്ടപ്പൻ സിർണി എന്ന് വിളിച്ച് ഇപ്പൊ ഡോർ തുറന്ന് അകത്തേക്ക് വരും. അപ്പൊ ആരോ ഒരാള് ഇപ്പൊ അവന്റെ മുൻപിൽ നിൽക്കുന്നതായിട്ട് അവൻ കാണും. കുട്ടപ്പൻ ചോദിക്കും, നിങ്ങളാണോ സാക്ഷാൽ സിർണി? അവൻ പതിയെ തിരിഞ്ഞ് ഇപ്പൊ കുട്ടപ്പനെ നോക്കി ചിരിക്കും. ഉടനെ ഒരുപാട് പേര് നാല് സൈഡിൽ നിന്നും ചാടി വീണ് ഇപ്പൊ കുട്ടപ്പനെ അങ്ങനെ മടക്കി ലോക്ക് ചെയ്യും. അതാ വില്ലന്മാരാണ്. അവരിപ്പോ കുട്ടപ്പനെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്തു. കട്ട് ചെയ്താ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചുന്ദരി പെണ്ണ് ഇപ്പൊ ചുന്ദരനെ അന്വേഷിച്ച് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവള് മുൻപോട്ട് ഓടുമ്പോ കുട്ടപ്പൻ കണ്ട അതേ അപ്പൂപ്പൻ ഇപ്പൊ അവളുടെ മുൻപിലേക്ക് വരും. അവൻ പറയും, നീ എന്നെയല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് അന്വേഷിക്കുന്നേ? ഞാനാണ് സാക്ഷാൽ സിർണി എന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരും. അത് കണ്ട് അവൾ ഷോക്കാവും. ഇവൻ തന്നെ ആയിരിക്കോ സാക്ഷാൽ സിർണി എന്ന് പറഞ്ഞ് അവൾ അവനെ തന്നെ നോക്കി നിൽക്കും. അത് കേട്ട് വില്ലൻ പറയും, അതെ ഞാൻ തന്നെയാണ് സിർണി. നറൂട്ടോ ആണ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത്. അതിന് അവൾ ചോദിക്കും, അപ്പൊ നറൂട്ടോ എവിടെ? അവൻ ഇനി വരില്ല, കാരണം അവൻ നിന്നെ എന്റെ അടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞല്ലോ. അത് കേൾക്കുമ്പോ ഇപ്പൊ അവൾക്ക് ഒരുപാട് വിഷമാവും. അപ്പൊ നറൂട്ടോയും എന്നെ വിട്ടുപോയോ? അപ്പൊ അവൻ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് എങ്ങനെയെങ്കിലും നമ്മുടെ ക്ലാൻ അത് തിരികെ പിടിക്കണമെന്ന് പറഞ്ഞ് അവനിപ്പോ മുൻപോട്ട് നടക്കും. അത് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷായിട്ട് അവന്റെ പിന്നാലെ തന്നെ ഇപ്പൊ അവളും പോവും. വില്ലൻ പറയും, ടോംബി നമ്മുടെ ജിപ്സ് നശിപ്പിക്കാൻ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടായിട്ടില്ല. അത് കേട്ട് അവള് വണ്ടടിച്ച്, നിനക്ക് ടോംബിയെ അറിയോ? അതിനവൻ പറയും, അറിയാം, ഞങ്ങൾ രണ്ടുപേരും പണ്ട് ഒരുപാട് തവണ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്റെ പപ്പ അദ്ദേഹം നമ്മുടെ ക്ലാനെ രക്ഷിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ ഫോർബിഡൻ ജിപ്സുവിന് വേണ്ടി ആരോ എന്റെ അച്ഛനെ കൊന്നു തള്ളി. അന്ന് ഞാൻ ഈ ഗ്രാമം വിട്ടു പോയതാണ്. എന്തെങ്കിലും ഒരിക്കൽ തിരികെ വന്ന് എനിക്ക് നഷ്ടമായ എന്റെ ക്ലാൻ അത് തിരികെ പിടിക്കണമെന്ന് ഞാൻ അന്നേ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ഇപ്പൊ ഞാൻ സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ എന്റെ ക്ലാൻ ഞാൻ തിരികെ പിടിക്കും. അത് കേൾക്കുമ്പോ നമ്മുടെ ചുന്ദരിക്കും ഒരുപാട് സന്തോഷാവും. ഞാൻ ആഗ്രഹിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇവനും ഇപ്പൊ ആഗ്രഹിക്കുന്നത്. അവൻ വീണ്ടും പറയും, എന്റെ അച്ഛന്റെയും നിന്റെ ഗ്രാൻഡ് പേയുടെയും ആഗ്രഹം ഇത് തന്നെയാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമ്മുടെ ക്ലാൻ അത് ഞാൻ തിരികെ പിടിക്കും. അവൾ എന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുൻപ് അവൻ പറയും, ആ മലയുടെ തൊട്ടു പിന്നിലാണ് എന്റെ ഹൈഡ് ഔട്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ? അതിനവൾ തലയാട്ടി ഇപ്പൊ അവന്റെ കൂടെ അങ്ങോട്ടേക്ക് പോവും. കട്ട് ചെയ്താ ഇപ്പൊ യാമുട്ടോ, സായ്, സാക്കുറ അവര് മൂന്ന് പേരും ആ ഗ്രാമം മുഴുവൻ നടന്ന് ചുന്ദരി പെണ്ണിനെ അന്വേഷിക്കുകയാണ്. സായ് ആവട്ടെ അവന്റെ ഒരുപാട് എലികൾ ഉപയോഗിക്കും. പക്ഷെ അവർക്ക് അവളെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനും കിട്ടില്ല. യാമുട്ടോ സെൻസായുടെ ടെൻഷൻ അത് കൂടി വരും. കാരണം ഇപ്പൊ അവര് മൂന്ന് പേരും എവിടെയാണെന്ന് യാതൊരു ഐഡിയ ഇല്ല. സെൻസായ ഉടനെ ഇപ്പൊ സായോട് പറയും, എത്രയും പെട്ടെന്ന് ചുന്ദരിയെ കണ്ടുപിടിക്കണം. അവൻ പെട്ടെന്ന് തന്നെ അവന്റെ സ്ക്രോൾ ഉപയോഗിച്ച് അവളെ കണ്ടുപിടിക്കാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ചുന്ദരി അവളുടെ പ്രാവിന്റെ കാലില് അവള് സിർണിയുടെ കൂടെ അവന്റെ ഹൈഡ് ഔട്ടിലേക്ക് പോവുകയാണെന്ന് ഒരു മെസ്സേജ് അത് ടോംബിക്ക് അയക്കും. അത് കണ്ട് വില്ലന് കലി കയറും. നീ വീണ്ടും വീണ്ടും എനിക്ക് പണി തന്നോണ്ടേ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ആ പ്രാവിനെ കൊല്ലാനായിട്ട് ശ്രമിക്കും. അത് കണ്ട് അവള് ഷോക്കാവും. കട്ട് ചെയ്ത ആ ഒരു പ്രാവ് അത് പറന്ന് നമ്മുടെ ചുന്ദരൻ ചെക്കന്റെ തൊട്ടടുത്തെത്തും. അതിന്റെ പിന്നാലെ തന്നെ വില്ലന്റെ എന്തോ ഒരു ഇരുണ്ട ശക്തി അതിനെ തകർക്കാനായിട്ട് അതിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. അത് ആ പ്രാവിനെ ഉപദ്രവിക്കുന്നത് കാണുമ്പോ ചുന്ദരനാവട്ടെ അവന്റെ ബബിള് ക്രിയേറ്റ് ചെയ്ത് പ്രാവിനെ സേഫ് ആക്കി മാറ്റി അവന്റെ കയ്യിലെടുക്കും. അവനിപ്പോ പ്രാവിന്റെ കാലിലുള്ള ആ ഒരു മെസ്സേജ് വായിക്കും. അതില് ചുന്ദരി, ഞാൻ ഹിർണയെ മീറ്റ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നമ്മുടെ ക്ലാൻ അത് റീസ്റ്റോർ ചെയ്യും. അതിനുവേണ്ടി ഞാൻ അവന്റെ കൂടെ അവന്റെ ഹൈഡ് ഔട്ടിലേക്ക് പോവാണ്. അത് വായിക്കുമ്പോ ഇപ്പൊ ചുന്ദരന് ഒരുപാട് ഹാപ്പി ആയിരിക്കും. പക്ഷെ അപ്പോഴായിരിക്കും അവനൊരു കാര്യം ആലോചിക്കുക. ഈ പ്രാവിനെ നശിപ്പിക്കാൻ ആരോ ഒരാള് ശ്രമിക്കുന്നുണ്ട്. എന്തോ എവിടെയോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ചിന്തിക്കും. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പൻ അവൻ കിടന്നലറാണ്. സിർനാമി അവൻ എവിടെയും ചോദിക്കുമ്പോ അതിനാ വില്ലന്മാര് പറയും, നീ അന്വേഷിച്ചു വന്ന ആ സിർനാമി തന്നെയാണ് ഞങ്ങളുടെ നേതാവ്. അവനും ആവശ്യം നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഫോർബിഡൻ ജിപ്സു ആണെന്ന് പറഞ്ഞ് അവരിപ്പോ നമ്മുടെ കുട്ടപ്പനെ തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. അതിന് കുട്ടപ്പന് കലി കയറി അവന്റെ നയൻ ടെയിൽ ഫോക്സിന്റെ പവർ അത് കൊണ്ടുവന്ന് അവരുടെ ഹൈഡ് ഔട്ട് പോലും കുട്ടപ്പൻ തല്ലി തകർക്കും. വില്ലന്മാരുടനെ അവരെല്ലാവരും വരിയായി നിന്ന് വീണ്ടും അവരുടെ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ കുട്ടപ്പനെ ലോക്ക് ചെയ്യാൻ തുടങ്ങും. കുട്ടപ്പൻ ഇപ്പോ തളർന്ന് താഴേക്ക് വീഴും. അവര് കുട്ടപ്പനെ കൊല്ലാനായി അവന്റെ തൊട്ടടുത്തേക്ക് വരും. അപ്പൊ ചുന്ദരക്കുട്ടപ്പൻ അവൻ ചാടി വീണ് അവന്റെ ബബിൾസ് ഉപയോഗിച്ച് വില്ലന്മാരെ എല്ലാവരെയും ഇപ്പൊ റെസിസ്റ്റ് ചെയ്യും. അവൻ ചോദിക്കും, അപ്പൊ ഹിർണയാണല്ലേ നിങ്ങളുടെ നേതാവ്? സത്യം പറയ്,
അവനിപ്പോ എവിടെ ഉണ്ടെന്ന് ചുന്ദരൻ ചോദിക്കും. അവര് പേടിച്ചു വരച്ച് ഇപ്പൊ അതിന് മറുപടി പറയില്ല. കാരണം ചുന്ദരന്റെ സിക്സ്ത് ടൈലും ഇപ്പൊ പുറത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുകയാണ്. അവരത് കണ്ട് പേടിച്ചോടും. കട്ട് ചെയ്താ ഇവിടെ സിർണി ആവട്ടെ അവളെയും തൂക്കിയെടുത്ത് ഇപ്പൊ അവരുടെ സുജിഗമി ക്ലാനിലേക്ക് തന്നെ എത്തിച്ചേരാണ്. അവൻ ഗ്രാമത്തിലുള്ളവരെല്ലാവരെയും ഇപ്പൊ വിളിക്കാൻ തുടങ്ങും. ആക്ച്വലി അവിടെയുള്ളവരെ എല്ലാവരെയും അവൻ അവന്റെ പവർ വെച്ച് ഇപ്പൊ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ചുന്ദരി അവനോട് ചോദിക്കും, അപ്പൊ നീ എന്നോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നോ? അപ്പൊ അവൻ പറയും, എല്ലാം കള്ളമായിരുന്നില്ല, എനിക്ക് ആവശ്യം ആ ഫോർബിഡൻ ജിപ്സു ആയിരുന്നു. അതെന്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു, പക്ഷെ എനിക്ക് തന്നില്ല. അതുകൊണ്ട് എന്റെ അച്ഛനെ തന്നെ ഞാൻ കൊന്നുകളഞ്ഞു. അവള് പേടിച്ചു വരച്ച് മുൻപോട്ട് ഓടാൻ തുടങ്ങും. പക്ഷെ അവന്റെ പവർ വെച്ച് അവൻ അവളെ ഇപ്പൊ മടക്കി ലോക്കുകയും. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പനും ചുന്ദരനും അവരാ കാട് മുഴുവൻ നടന്ന് ഇപ്പൊ ചുന്ദരിക്ക് വേണ്ടി അന്വേഷണം നടത്തുകയാണ്. അപ്പൊ ചുന്ദരൻ ഇപ്പൊ താഴെ ആരുടെയോ കാൽപ്പാട് കാണും. അവൻ പറയും, ഇത്രയ്ക്ക് ആഴത്തിൽ കാൽപ്പാട് പതിയണമെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് പോയിരിക്കണം. എനിക്ക് തോന്നുന്നത് ഇതാ വില്ലൻ തന്നെയാണ്. അതിന് കുട്ടപ്പൻ ചോദിക്കും, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? എന്റെ മാസ്റ്റർ ആളെനിക്ക് പറഞ്ഞു തന്നതാണ്. ആളൊരു ജീനിയസ് ആണ്. ആളൊരു ദുഷ്ടനാണെങ്കിലും നിന്റേതുപോലെ ബുദ്ധിയില്ലാത്തൊരു മാസ്റ്റർ അല്ല എന്റേത്. അത് കേൾക്കുമ്പോ ഇപ്പൊ കുട്ടപ്പന് കലിപ്പ് കയറും. നിനക്ക് എന്റെ മാസ്റ്ററെ കുറിച്ച് എന്തറിയാം? അദ്ദേഹം ഒരു സെനിയനാണ്. ഒരുപാട് പവറുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സ്നേഹവും. എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുമ്പോ ചുന്ദരനാവട്ടെ അവന്റെ മാസ്റ്ററുമായിട്ടുള്ള നല്ല മെമ്മറീസ് ഇപ്പൊ ഓർക്കാൻ തുടങ്ങും. ആക്ച്വലി എന്റെ മാസ്റ്ററിനും എന്നോട് ഒരുപാട് സ്നേഹമാണ്. പക്ഷെ ആ ഒരു ദിവസം അന്ന് മാത്രമാണ് എല്ലാം തകിടം മറിഞ്ഞു പോയത്. അങ്ങനെ അവര് ഒരുപാട് നേരം ട്രാവൽ ചെയ്ത് ഇപ്പൊ സുജികുമാർ ക്ലാനിലേക്ക് തന്നെ എത്തിച്ചേരാണ്. അപ്പൊ കുട്ടപ്പൻ ചോദിക്കും, ഇതാ ചുന്ദരി പെണ്ണിന്റെ ക്ലാൻ അല്ലേ? നമ്മൾ എന്തിനാ ഇപ്പൊ വീണ്ടും ഇവിടേക്ക് വന്നേന്ന് ചോദിക്കുമ്പോ അതിനവൻ പറയും, കാട്ടിൽ കണ്ട അടയാളങ്ങളും ലക്ഷണങ്ങളും കണ്ട് അവൾ ഇവിടെ തന്നെ ഉണ്ടാവുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അവൻ പറയും, ആ വില്ലന്മാർക്കും ഈ വില്ലേജിലുള്ളവർക്കും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അത് കേൾക്കുമ്പോ കുട്ടപ്പനും അവൻ പറയുന്നതില് എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലാവും. അങ്ങനെ നമ്മുടെ രണ്ട് സ്വത്തുമണികളും ഇപ്പൊ സ്റ്റൈലായിട്ട് ഗ്രാമത്തിലേക്ക് വരും. അവരവിടെ മുഴുവൻ നോക്കും. പക്ഷെ ഇപ്പോ അവിടെ ആരെയും കാണാനുണ്ടാവില്ല. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് ഒരു പന്ത് ഇപ്പൊ പുറത്തേക്ക് വരും. നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ആ പന്തിനെ തന്നെ നോക്കി നിൽക്കും. ഉടനെ ഒരു കൊച്ചു പെൺകുട്ടി ആ ബോളിന്റെ പിന്നാലെ ഓടി വരും. കുട്ടപ്പൻ ആ ബോൾ എടുത്ത് ഇപ്പൊ അവളുടെ കയ്യിൽ കൊടുക്കും. അവള് പക്ഷേ ഒരു പേപ്പർ ബോംബായിരിക്കും കുട്ടപ്പന് തിരികെ കൊടുക്കുക. അത് പൊട്ടി അങ്ങോട്ട് തെറിക്കുമ്പോ ചുന്ദരനാവട്ടെ അവനൊരു ബബിൾ ക്രിയേറ്റ് ചെയ്ത് ഹീറോയെ കുട്ടപ്പനെ അതില് പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കും. ചുന്ദരൻ പറയും, വില്ലൻ അവനിവിടെ ഉള്ളവരെ എല്ലാവരെയും ഇപ്പൊ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജനങ്ങളെല്ലാം ചാടി വീണ് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അടിക്കാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ ആൾക്കാര് അവരെ തിരിച്ചടിക്കാതെ അവരെ തട്ടി മാറ്റി ഇപ്പൊ മുൻപോട്ട് ഓടും. അങ്ങനെ ബ്ലോക്ക് ചെയ്തും ഫൈറ്റ് ചെയ്തും ഇപ്പൊ രാത്രിയാവും. അപ്പൊ ആ 4 വില്ലന്മാര് അവരും കൂടെ അങ്ങോട്ട് കടന്നു വരും. നമ്മുടെ ആൾക്കാര് അവർ ഓൾറെഡി ഇപ്പൊ ഒരുപാട് ടയർഡാണ്. ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവര് പരസ്പരം നോക്കും. അപ്പൊ എവിടുന്നോ ഒരു കത്തി അവരുടെ അടുത്തേക്ക് വന്ന് വീഴും. അതിൽ നിന്ന് ഇപ്പൊ ഒരുപാട് റിഫ്ലക്ഷൻ പുറത്തേക്ക് വരും. നമ്മുടെ ആൾക്കാർ ചുറ്റും നോക്കും. അപ്പൊ ലോങ് ഷോട്ടില് സാക്ഷാൽ സായ്. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ യാമട്ടോ സെൻസൈ ആവട്ടെ ആളുടെ വുഡ് ചിപ്സ് ഉപയോഗിച്ച് വില്ലന്മാരെ എല്ലാവരെയും ഇപ്പൊ ലോക്ക് ചെയ്യും. സാക്കുറ ചാടി വന്ന് കുട്ടപ്പന്റെ മോന്തയ്ക്ക് തന്നെ ഒരൊറ്റ ഇടി. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോടൊരു വാക്കുപോലും പറയാതെ നീ ഒറ്റയ്ക്ക് പോവും. അപ്പൊ മറ്റൊരു ഭാഗത്ത് സായി പറയും, ഞാൻ എന്റെ എനർജി അതൊരുപാട് ഉപയോഗിച്ചു, എനിക്ക് ഒട്ടും എനർജി ഇല്ല, ഞാൻ തളർന്നു പോവാണെന്ന് പറയുമ്പോ സാക്കുറ ആവട്ടെ കുറച്ച് ഫുഡ് പിൽസ് എടുത്ത് ഇപ്പൊ അവന്റെ വായിൽ തന്നെ അവന്റെ വായിലേക്ക് ഇപ്പൊ തള്ളിക്കയറ്റും. നറൂട്ടോയ്ക്കാണെങ്കിൽ അത് കാണുമ്പോ ഇപ്പൊ ഛർദിക്കാനും വരും. അപ്പൊ ആ വില്ലേജിലുള്ളവര് ഇപ്പൊ യാമട്ടോ സെൻസായി ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫെൻസസ് പോലും തകർത്ത് ഇപ്പൊ വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. കട്ട് ചെയ്ത ഇപ്പൊ സിർണി അവൻ എന്തൊക്കെയോ ജിപ്സ് ഉപയോഗിച്ച് ചുന്ദരിയുടെ ബോഡിയിലുള്ള ആ ഒരു ഫോർബിഡൻ ജിപ്സു അതിപ്പോ പുറത്തെടുക്കാൻ തുടങ്ങുകയാണ്. മറ്റൊരു ഭാഗത്ത് യാമട്ടോ സെൻസായി ആളുടെ ഫുൾ പവറും എടുത്ത് ഒരുപാട് വുഡ് ജിപ്സ് ക്രിയേറ്റ് ചെയ്ത് വില്ലന്മാരെ എല്ലാവരെയും ഇപ്പൊ തല്ലി ഓടിക്കുകയാണ്. ഇവിടെ ചുന്ദരി പെണ്ണ് അവൾ ഒരു അനക്കം പോലും ഇല്ലാതെ അങ്ങനെ സ്റ്റാച്യു പോലെ നിൽക്കുകയാണ്. കട്ട് ചെയ്ത കുട്ടപ്പൻ അവളെ രക്ഷിക്കാൻ ഇപ്പൊ ഓടി വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും